നമ്മുടെ ട്യൂറിംഗ് മെഷീൻ ഫോർ എ ബി സ്റ്റാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബിയുടെ എണ്ണം എത്ര വേണമെങ്കിലും ആകാം. ഈ കേസിൽ ലെഫ്റ്റിലുള്ള എയും റൈറ്റിലുള്ള എയും എന്തായാലും നമ്മുടെ സ്ട്രിങ്ങിലുണ്ട്, അത് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു കേസിൽ നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. നേരത്തെ നമ്മൾ A⁻n B⁻n പറഞ്ഞപ്പോൾ റീഡ് റൈറ്റ് ഹെഡ് റൈറ്റിലേക്കും പിന്നെ ഇടയ്ക്ക് ലെഫ്റ്റിലേക്കും പോകുന്നുണ്ട്. പക്ഷേ ഈ എക്സാമ്പിളിൽ എയും ഫിക്സ്ഡ് ആയതുകൊണ്ട് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് വരുന്നത് ഈ ബിയുടെ കേസിലാണ്. അപ്പം നമുക്ക് എവിടെയൊക്കെ എ കാണുന്നോ അതിനെ എക്സ് വെച്ചും എവിടെയൊക്കെ ബി കാണുന്നോ അതിനെ വൈ വെച്ചും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ട്യൂറിംഗ് മെഷീനിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം എ കണ്ടു, എ നമ്മൾ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. പിന്നെന്താണ്, റീഡ് റൈറ്റ് ഹെഡ് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ എന്താ കണ്ടത്, ബി ആണ്. ബിയെ നമ്മൾ എന്ത് ചെയ്തു, വൈ വെച്ച് റീപ്ലേസ് ചെയ്തു. വീണ്ടും റീഡ് റൈറ്റ് ഹെഡ് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. വീണ്ടും ബി കാണുന്നു, അപ്പോൾ വീണ്ടും റീപ്ലേസ് ചെയ്യുന്നു, റൈറ്റിലേക്ക് പോകുന്നു. വീണ്ടും ബി റീപ്ലേസ് ചെയ്യുന്നു, റൈറ്റിലേക്ക് പോകുന്നു. ലാസ്റ്റ് ഒരു എ കാണുന്നുണ്ട്, അപ്പം നമ്മൾ എന്ത് ചെയ്തു, എക്സ് ബ്ലാങ്ക് ബി എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സിമ്പിളാണ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തി നമുക്ക് അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഈ ഒരു സ്ഥലത്ത് ഇത്രയും ഭാഗത്ത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം ഒരു എ കണ്ടു എക്സ് ഇട്ടു, പിന്നെ എത്ര ബി വരുന്നു അവർക്കെല്ലാം എന്ത് കൊടുത്തു, വൈ എന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് അപ്പോഴും മൂവ്മെന്റ് എങ്ങോട്ടാ, റൈറ്റ് സൈഡിലേക്കാണ് മൂവ്മെന്റ്. ലാസ്റ്റ് എ കാണുന്നു, അയാൾക്ക് എക്സ് കൊടുക്കുന്നു, സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ്